Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shiga's Cafe. ഞാൻ ഇന്നൊരു തനി നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇടിച്ചക്ക ബീഫ് ബിരിയാണിയാണ്. ഇതിന് ഇടിച്ചക്ക ബീഫ് ബിരിയാണി എന്ന് പറയാ, ഇടിച്ചക്ക ബീഫ് തോരൻ എന്ന് പറയാ. പേരെന്താണെങ്കിലും ഡിഷ് സൂപ്പറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാദ്യം ഒന്ന് മസാല തേച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബീഫിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാലയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ ബീഫും മസാലപ്പൊടികളും ഉപ്പൊക്കെ ചേർത്തത് എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതൊന്ന് മസാല തേച്ച് വെക്കണം. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. നമ്മൾ ബീഫിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കണ ആ ഒരു ടൈം മസാല തേച്ച് വെച്ചാൽ മതി. കുക്കറിൽ വേവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ബീഫ് ആദ്യം ഒന്ന് മസാല തേച്ച് വെക്കുന്നത്. ഞാനിതിവിടെ കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളിയും 1 പച്ചമുളക് അരിഞ്ഞതുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാനിതിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്താൽ മതി, അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 1 എണ്ണം ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിലുള്ള പച്ചമുളക് അധികം എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളി നന്നായിട്ട് വഴന്ന് ഉടഞ്ഞ് വരണം. അതുവരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബീഫിൽ ആദ്യം മസാല തേച്ച് വെച്ചതാണ്. ഇത് ഗ്രേവിയിലേക്കുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുക. ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ഒക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ ഗ്രേവിയിലാണ് നമ്മൾ ഇടിച്ചക്ക വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം.
3 വിസിൽ വന്ന ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് കുക്കർ തുറക്കേണ്ടത്. ഇനി ഈ ബീഫൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫ് ഇവിടെ കുക്കായിട്ടുണ്ട്, 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടിച്ചക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 കപ്പ് ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇടിച്ചക്കയും കൂടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇടിച്ചക്കയും ബീഫും കൂടെ ഒന്നിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ബീഫിന് വേവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുത്തത്. ഇടിച്ചക്കയ്ക്ക് അധികം വേവൊന്നുമില്ല, 1-2 വിസിൽ മതി. എനിക്ക് ഈ ഇടിച്ചക്ക 1 വിസിൽ കൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടിച്ചക്ക കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബീഫിൻ്റെ മസാലയൊക്കെ ഇടിച്ചക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇടിച്ചക്കയും ബീഫും കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇടിച്ചക്കയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അപ്പോൾ ഇടിച്ചക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അത് ഇടിച്ചക്ക വേവാൻ ആവശ്യമായ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ബീഫിൽ ഗ്രേവി കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. കുക്കറിൻ്റെ പ്രഷർ പോയ ശേഷമാണ് നമ്മൾ തുറന്ന് നോക്കേണ്ടത്. ആ പ്രഷറിൽ കിടന്നിട്ട് ഇടിച്ചക്കയും ബീഫും ഒന്നും കൂടി ഒന്ന് കുക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പ്രഷർ പോയ ശേഷം തുറന്നാൽ മതി എന്ന് പറയുന്നത്. ഇനി ഇടിച്ചക്കയും ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ നോക്കാം. ഇടിച്ചക്കയും ബീഫൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബീഫിൻ്റെ ഗ്രേവിയിൽ ഇടിച്ചക്ക വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ആ ബീഫിൻ്റെ ഗ്രേവിയൊക്കെ ഇടിച്ചക്കയിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൻ്റെ ഇടിച്ചക്കൻ്റെയും കൂടെ തേങ്ങ കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തത്. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ബീഫിലും ഇടിച്ചക്കയിലൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കാനാണ്. പിന്നെ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണോണ്ട് തന്നെ ആ തേങ്ങയിലേക്കും കൂടെ ഈ മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാണ്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇടിച്ചക്കയും ബീഫൊക്കെ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരണം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 8 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളിക്ക് പകരം ഒരു സവാളയുടെ പകുതി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ചെറിയുള്ളി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയുള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച ഇടിച്ചക്ക ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇടിച്ചക്ക ബീഫ് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇടിച്ചക്ക ബീഫ് മസാല എന്നും പറയാം. നമുക്ക് ലഞ്ചിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇടിച്ചക്ക ഇഷ്ടമല്ലാത്തവർ വരെ കഴിച്ചു പോകും, അത്ര ടേസ്റ്റാണ്. ഇടിച്ചക്കയിൽ ബീഫിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്